ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയുടെ അകത്ത് പോവാം. ഇതിൽ അത്ര റിവെഞ്ച് സ്റ്റോറിയൊന്നുമില്ല, കുറച്ച് റിവെഞ്ചും ഉണ്ടാവും. ഇവിടെ ഫൈനൽ എപ്പിസോഡിലാണ് കുറച്ച് റിവെഞ്ച്. അങ്ങനെയായിട്ട് ഇങ്ങനെയൊക്കെ വീവും ഞങ്ങൾ കണ്ട് കഥ പോയി. അതുകൊണ്ട് ഹീറോയി റെഡിയായിട്ട് വന്നു. അതുകൊണ്ട് ഗേൾക്ക് കാണാൻ തുടങ്ങി. ഇത് ഇവള് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ 7 പേരും ഇങ്ങനെ ഓരോ നാൾ പോകാൻ തുടങ്ങി. വലിയ കാറാണ്. ആ കാറിൽ ഓരോ കുറച്ച് പേരിങ്ങനെ പോകാൻ തുടങ്ങി. അപ്പം എനിക്ക് കുറച്ച് ടെൻഷനായി. അമ്മ ഞാൻ കണ്ടമ്മ ആനായിട്ട് മധു പറയാൻ തുടങ്ങി. അമ്മ എന്താ മധു പറയാൻ തുടങ്ങി. അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടാ. പറയും മധു, എന്ത് പറ്റി? അമ്മ അപ്പുറത്തെ വീട്ടിലത്തെ പ്രിയാൻ്റെ ആ ചബ്ബിയായിട്ടുള്ള അവൾക്ക് 7 ഹസ്ബൻഡമ്മ. കാണാൻ നല്ല സുന്ദരനാ. അമ്മയ്ക്ക് കാട്ടി തരാം, വാ. അവർ എവിടേക്ക് പോകുന്നത് എനിക്കറിയും. ശരി മോളെ. അങ്ങനെ മധുവിൻ്റെ അമ്മ കൂടെ ഫോളോ ചെയ്ത് വന്നു. അങ്ങനെ കാറിൽ ഇറങ്ങാൻ തുടങ്ങി. മാസ്ക് ഇട്ടായിരുന്നു. അവർ മാസ്ക് ഇല്ലായിരുന്നു. അമ്മ ശരിക്കും പറഞ്ഞവർ കാണാൻ സുന്ദരനാ. വേണ്ട മധു പറയാൻ തുടങ്ങി. അമ്മ പറയാൻ തുടങ്ങി. മധുവിൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ വീട്ടിലൊക്കെ പോകാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിലൊക്കെ പോയി. അങ്ങനെ മധുക്ക് ടെൻഷൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വണ്ടി വരുന്നു തുടങ്ങി. അമ്മ അവർ കാറ് വന്നു. അങ്ങനെ 7 പേർ ഓരോ നാളും കാർ കഴിഞ്ഞ് മാസ്ക് കുറി. ഇത് കണ്ട് മധുവിൻ്റെ അമ്മയ്ക്ക് ഷോക്ക്. വാവ്, കാണാനുള്ള സുന്ദരനായി. മധു, എനിക്കൊരു ഐഡിയ തരാം. നീ അവരെ പോയിട്ട് കരച്ചി മധു. അങ്ങനെ പറയാൻ തുടങ്ങി. ഇങ്ങനെ മധുവിൻ്റെ പറയാൻ തുടങ്ങി. ഓക്കെ അമ്മ, ഞാൻ കറക്റ്റ് ചെയ്യാം. ഞാൻ അവരെ വിളിക്കും. ഞാനാണ് അവരെ കാട്ടി സുന്ദരി. അങ്ങനെ മധു വല്ല സുന്ദരി വല്ല ആളാക്കിയിട്ട് അതെ, ശരിക്കും പറഞ്ഞാൽ മധുവിനെ കാട്ടി ഹീറോയാണ് ഭംഗിയുള്ളത്. മധു അത്ര ഭംഗിയില്ലായിരുന്നു. അങ്ങനെ മധു ട്രൈ ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസം മൈക്കാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി മധു. അങ്ങനെയായിട്ട് ഹീറോയി ഇങ്ങനെ ജോളിയായിട്ട് ഇങ്ങനെ ഉറങ്ങിയായിരുന്നു. ടയർഡായി ഉറങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് രാത്രി നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. അങ്ങനെ ജിന്നു ഫസ്റ്റ് വന്നായിരുന്നു. ജിന്നിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ ട്രൈ ചെയ്തു. ജിന്നു കടുപ്പാൻ തുടങ്ങി. ജിന്നോട് മുറിച്ച് ഉറപ്പൊക്കെ പോയി. ആരും കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയില്ല, കഴിഞ്ഞില്ല. ഇപ്പോൾ കുറച്ച് ഹീറോയിൻ്റെ മമ്മിയും ഡാഡിയും പിന്നെ ഫാമിലി എല്ലാവരും ഇങ്ങനെ പോയി. എല്ലാവരും അവിടുന്ന് വീട്ടിന് പോയി. ഇച്ച ഫാമിലി എല്ലാവരും പോയി. അങ്ങനെയായിട്ട് അവർ കുറച്ച് ട്രിപ്പ് പോയി. ഹീറോയി തനിയാണ് വീട്ടിൽ. അങ്ങനെ ഓരോന്ന് വീട്ടിലെത്തണം അവർ പ്ലാൻ ചെയ്ത് തുടങ്ങി. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. അവർ വീട്ടിലുള്ളവരെല്ലാവരും പോയി. ഹീറോയി ഫ്രണ്ടിനോട് പറഞ്ഞു, അച്ഛി എനിക്കിവിടെ ഇരിക്കാൻ പേടിയാണെടി, ഞാൻ വീട്ടിലേക്ക് വരട്ടാ? അയ്യോ എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടെടി. അമ്മ അറിഞ്ഞ് ബാക്കി വെക്കലടി, തെരി പറയൂടി. ശരി നോക്കാം. ഇങ്ങനെയായിട്ട് അവന് മനസ്സിലിരിക്കുക, തനിയെ മാട്ടി പാവ കുടുങ്ങിപ്പോയി അല്ലേ. അങ്ങനെ ജിൻ പറയാൻ തുടങ്ങി. എല്ലാവരും വീട് ക്ലീൻ. അയ്യോ വീട് ക്ലീൻ ആയിട്ടുണ്ടല്ലോ. ശരി, അയ്യോ വേറെ വഴിയില്ല. റൂമിൽ വന്ന് നോക്കുമ്പോൾ ആരുമില്ല. അവിടെ ജിന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നു. തട്ടം എടുത്തായിരുന്നു. എല്ലാവരും കുളിച്ചായിരുന്നു, ഫ്രഷായിട്ടുണ്ടായിരുന്നു. എല്ലാവരും അരക്കുറേ ഉണ്ടായിരുന്നു. എല്ലാവരും കുളിച്ചിട്ട് വന്നായിരുന്നു. എല്ലാവരും അരക്കുറായിരുന്നു. അങ്ങനെ തുറന്നു ജിന്ന് ഒരു മാറി നോക്കി. പാവം, അയ്യോ ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് ഓടി പോകാൻ എല്ലാവരും കുട്ടി ഷാർട്ടിട്ട്. ജങ്കുക്ക് അവിടെ മൊബൈൽ നോക്കിയായിരുന്നു. ജങ്കുക്ക് എല്ലാവരും നോക്കാൻ തുടങ്ങി. അയ്യോ ഇവിടെ നിന്ന് ശരി. ഹീറോ ഒറ്റ ഓടാൻ തുടങ്ങി. അപ്പോൾ വന്ന് പിടിച്ചു. അയ്യോ എന്ത് പറ്റി? നിങ്ങനെ ഓടിയാൽ നമുക്ക് എപ്പടി ബേബി വരൂ? ഞാനിങ്ങനെ കേട്ട് അന്ത് ബേബിയാ പോടായിരിക്കാം. വിട്രാ അങ്ങനെ ഇങ്ങനെ ഉറങ്ങി. എല്ലാവരും ഉറങ്ങി. നൈറ്റായി. അങ്ങനെ രാവിലെ വെച്ച് അയ്യോ എൻ്റെ ഇടുപ്പ് പോയി. അങ്ങനെ ഹീറോയിൻ മമ്മി ഡാഡി വന്നില്ലായിരുന്നു. ദിവസം ഇങ്ങനെ ഓരോ നടന്ന ഹീറോയിൻ നടുവിൽ അയ്യോ ശബ്ദം കേൾക്കില്ല. മധുവിൻ്റെ അമ്മയ്ക്കും സൗണ്ട്. മധുവിൻ്റെ അമ്മ നോക്കാൻ തുടങ്ങി. ആരും കാണുന്നില്ലല്ലോ, ഒരാൾ വരുന്ന കാണുന്നില്ലല്ലോ, പുറത്തിറങ്ങുന്ന കാണുന്നില്ലല്ലോ. അങ്ങനെ വീണ്ടും മുറക്കിറങ്ങി. എന്നിട്ട് എൻ്റെ കാട് പൊലിഞ്ഞിട്ട് മറിയാതെ കാലിട്ര കൈയിട്ര അങ്ങനെ ഇട്ട് ഇതാകാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ച് അമ്മ അച്ഛൻ ട്രിപ്പ് പോയിച്ചവരെല്ലാം വന്നു തുടങ്ങി. ഹീറോയിൻ ഫ്രണ്ട് പറഞ്ഞു, എന്തിടി പുറത്തിറങ്ങുന്നത്? എല്ലാത്തെ കാരണം ഞാൻ വീട്ടിലൊക്കെ വരാൻ പറഞ്ഞു. എൻ്റെ നടുവിന്ന് പൊളിച്ചെറോ എൻ്റെ എല്ലാവരും കൂടി. എന്ത് പറ്റിടി? നടന്ന കാര്യം പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായി പോയി. അക്ക അതെടി പോടി ഒരിക്കൽ. ഇതാണ് കേൾവി. അങ്ങനെ പറയാൻ തുടങ്ങി ഹീറോയിൻ. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ആൻറ്റി പറഞ്ഞ അമ്മ എന്ത് പറ്റുമ്മ? അമ്മ ഞങ്ങളെ പണം സ്വത്തല്ല ഈ അങ്കിൾ ആൻറ്റി എടുത്ത്. ഹീറോയിൻ്റെ പണം സ്വത്തല്ല. അതെ, ഹീറോയിൻ അപ്പുറത്തെ വീട്ടിലുള്ളത് ഹീറോയിൻ്റെ ഡാഡിൻ്റെ ഫ്രണ്ടാണ്, ക്ലാസ്മേറ്റ്. അതുകൊണ്ട് സ്വത്തുക്ക് വേണ്ടി ഇങ്ങനെ തട്ടിപ്പാക്കി സ്വത്ത് എടുത്തായിരുന്നു. അങ്ങനെ കൊണ്ട് ഇതെല്ലാം കണ്ടുപിടിച്ച് അവരുടെ റിവെഞ്ച് ചെയ്തു. അതുമാത്രമല്ല അവരുടെ പണം സ്വത്തെല്ലാം എടുത്തായിരുന്നു. അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ മധുവിൻ്റെ അച്ഛനെ പിടിച്ചു ജയിലിലിട്ടു. പിന്നെ അവർ റിവെഞ്ച് ചെയ്തു. അവർ എന്തെല്ലാം കാരണം ചെയ്തത്, അവരെന്തെല്ലാം തെറ്റ് ചെയ്ത് അതെല്ലാം റിവെഞ്ച് ചെയ്തു. മധു മാത്രമേ ഓടിങ്ങായിരുന്നു. മധുവിൻ്റെ ചേട്ടനുണ്ടായിരുന്നു. മധു പറയാൻ തുടങ്ങി, ചേട്ടാ
എല്ലാം അച്ഛനും അമ്മേനെ ജയിലിലിട്ടു. നമ്മളെ അച്ഛനമ്മ റിവെഞ്ച് അങ്ങനെ റിവെഞ്ച് എടുത്തായിരുന്നു ഹീറോയിൻ. അങ്ങനെ ഹീറോയിന് റിവെഞ്ച് എടുക്കാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ചേട്ടൻ പറയാൻ തുടങ്ങി മറിയാതെ ഇരിക്കുന്നത്. ചേട്ടൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ കരച്ചേതേ. എന്തടി നീ പറഞ്ഞു? സ്വത്ത് വേണ്ടി അവളെ പണം എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ചേട്ടനോട്. ചേട്ടനെ ഒന്നും സമ്മതിച്ചില്ല. പറയണക്ക് മധു എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഞാൻ ഗേൾ ഫ്രണ്ടിനെ ലവ് ചെയ്യാം, അതുകൊണ്ടല്ല. അങ്ങനെ മധുക്ക് ടെൻഷനായി എങ്ങനെയായിട്ട് റിവെഞ്ച് എടുക്കണം. ശരി അവളെ ഹസ്ബൻഡ് ഉണ്ടല്ലേ, ഹസ്ബൻഡ് വെച്ച് ചെയ്യാമെന്ന് വെച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങി മധു. അങ്ങനെയായിട്ട് മധു ഇങ്ങനെ സംസാരിക്കുക. ഇപ്പോൾ 7 പേർക്കും ലാംഗ്വേജ് അറിയൂ. അങ്ങനെ ഇപ്പോൾ എല്ലാം റിവെഞ്ച് എടുത്ത് കഴിഞ്ഞു, എല്ലാം പ്ലാൻ ചെയ്ത് വേഗം ആറം പറയാൻ തുടങ്ങി. മധുവിൻ്റെ ഫ്രണ്ടിന് കൂടെ സംസാരിക്കാൻ മധു അവിടെ നിന്ന് പോയി. ഇപ്പം പിറ്റേഴ്സ് നമ്പർ 7 പേര് പറയാൻ തുടങ്ങി. ആൻറ്റി എന്ത് പറ്റി? നിങ്ങൾ കൊറിയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെ ഇപ്പം എൻ്റെ അനിയന് വരും. അങ്ങനെ അനിയന് വന്നു. അതെ ഹീറോയിൻ്റെ ചെറിയച്ഛനാണ്. ആ താക്കോൽ വീട് അവരുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ എല്ലാവരും ഫ്ലാഗ് കിക്ക് ചെയ്ത് കൊറിയൊക്കെ പോയി. അങ്ങനെ മധു വന്ന് നോക്കുമ്പോൾ അവരില്ലായിരുന്നു. മധുക്ക് ടെൻഷനായി. എവിടെ മധു വന്ന് ചോദിച്ചു അവർ എവിടെ? ഒന്നുമില്ല, അവർ ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുമോ എന്ന് പറഞ്ഞു. ഹീറോയിൻ്റെ അങ്കിൾക്ക് നന്നായിട്ട് അറിയാം അവളെക്കുറിച്ച്. അങ്ങനെ അതിൻ്റെ കളവ് പറയാൻ പറഞ്ഞിട്ട് അവർ പോയിന്ന് പറഞ്ഞു. അങ്ങനെ മധുക്ക് ടെൻഷൻ തുടങ്ങി. എന്ത് ചെയ്യുക ഏത് ചെയ്യുന്ന അറിയില്ലായിരുന്നു. മധുക്ക് ഓരോന്ന് നടന്നില്ല. അങ്ങനെ മധുവിൻ്റെ ബർഗിളടുക്കുന്ന ഒരു ചെക്കനുണ്ടായിരുന്നു, പേര് ജാക്ക് മിരട്ടി ആ മധുവിനെ മാരേജ് കഴിച്ചു. മിരട്ടി. അങ്ങനെ മധുക്ക് ഇഷ്ടമില്ലായിരുന്നു. അവൻ എപ്പോൾ നോക്കും കുടിച്ച് വന്ന് മധുവിനെ തല്ലും. അങ്ങനെ മധുക്ക് ടെൻഷനായി. അങ്ങനെ മധുക്ക് കൊല കണ്ടായി അവനെ കൊന്നു കളഞ്ഞു. അതെ മധുവിൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ മധു കുറച്ച് നാൾ ജയിലിൽ പോയി കളി തിന്നാണ്. അങ്ങനെ മധുക്ക് ഇങ്ങനെ ടെൻഷനായത്. അങ്ങനെ ആയിട്ട് കുറച്ച് മധു ചേഞ്ച് ആവാൻ തുടങ്ങി. മധുക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. അങ്ങനെ ഒരു സൈക്കോ മാതിരി ആയിരുന്നു മധു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് അവളെ അച്ഛനമ്മ കൊടുത്തു. അങ്ങനെ ശരിയായി. അങ്ങനെയായിട്ട് മധുക്ക് അങ്ങനെയായിട്ട് സെക്കൻഡ് മാരേജ് കഴിച്ചു. ഒരു ബിസിനസ് മാനാണ് അവിടെ ഉള്ളത്. തമിഴ്നാട്ടിലെ ഒരു ബിസിനസ് മാനെ മധുക്ക് മാരേജ് ചെയ്തു. അങ്ങനെ മധു ഹാപ്പിയായി സന്തോഷമായിട്ടിരുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് ടെൻഷൻ ആണ്. എല്ലാ കുട്ടികളും എന്താ ചെയ്യുക? 8 കുട്ടികൾ, 7 ബോയ്സ് ഒരു ഗേൾ ബേബിയാണ്. ഹീറോയിനും എനിക്കാണ് ഗേൾ ബേബി, സ്ലിമ്മായിട്ടുള്ളത്, ഈ തടിച്ചതല്ല. അങ്ങനെ ഹീറോയ്ക്ക് ടെൻഷൻ തന്നെ. അങ്ങനെ കുട്ടികളെല്ലാം ടോർച്ചർ. ഹാപ്പി എൻഡിങ്.